സെബാസ്റ്റ്യൻ ഏത് സ്വഭാവത്തിലുള്ള ആളാണ് എന്നാണ് 17 വർഷമായി സെബാസ്റ്റ്യനൊപ്പം കഴിയുന്ന ഒരു സ്ത്രീക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. 24 ആദ്യമായി സെബാസ്റ്റ്യൻ്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധിയാണ് സെബാസ്റ്റ്യൻ്റെ ഭാര്യയുമായി സംസാരിച്ചിട്ടുള്ളത്. എന്താണ് സെബാസ്റ്റ്യൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് എന്ന് കേട്ട ശേഷം നമുക്ക് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകാം. ചേച്ചി, എന്നാണ് സെബാസ്റ്റ്യനുമായുള്ള വിവാഹം നടന്നത്? 2008. ഈ സെബാസ്റ്റ്യൻ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നത് പോലെയുള്ളൊരു ആളാണോ? കുടുംബത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു, എന്നോടും കുഞ്ഞിനോടും എല്ലാവരോടും. ഈ പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. പുള്ളി നല്ല കൂളായിട്ടാണ് എപ്പോഴും നടക്കുന്നു എടുക്കുന്നു. 2008 മുതൽ ചേച്ചിക്ക് അറിയാം, ചേച്ചിയോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഈ കാലയളവിലാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ആ രീതിയിലുള്ള പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് എന്താണ് കൂടുതലായി പറയാനുള്ളത് സെബാസ്റ്റ്യനെ കുറിച്ച്? സെബാസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്, സെബാസ്റ്റ്യൻ ഒരു സാധുവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് അങ്ങനെയായിരുന്നു ഇത്രയും കാലം. ഇനി പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ആൾക്ക് ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാല് ആണെങ്കിൽ പഴുത്തെപ്പോഴും ചെയ്യാതെ ഇൻഫെക്ഷൻ ആകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഷുഗർ താന്ന് പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഇതിന് പോകുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവര് ഇങ്ങനെ പറയുന്നത് നമ്മളത് വിശ്വസിച്ചിട്ടില്ല ഞാനിപ്പോഴും. ഇനി എനിക്കറിയില്ല എന്താന്നുള്ളത്. ചേച്ചി, ഈ പറഞ്ഞ ജൈനമ്മ, ഐഷ, സിന്ധു, ഇവരെയൊക്കെ ബിന്ദു, ഇവരൊക്കെ ചേച്ചിയുടെ അറിയോ? പേര് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ബിന്ദുവിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവരുടെ ആരുടെയും പേര് ഞാൻ കേട്ടിട്ടില്ല. ബിന്ദുവിന്റെ പേര് എങ്ങനെയാ കേട്ടത്? ബിന്ദുവിന്റെ പേര് കേട്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കെട്ടിച്ചെല്ലുമ്പോ ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പോ ഇങ്ങനെ ഈ എറണാകുളത്ത് ബിന്ദുവിനോട് മേടിച്ച ഒരു വസ്തുവാണെന്നാണ് എന്നോട് പറഞ്ഞു തന്നത്. പിന്നെ ഈ കേസ് വന്നപ്പോ നമ്മൾ ബിന്ദു പത്മനാഭന്റെ ഇത് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റി. അതല്ലാതെ ബാക്കിയുള്ള പേരുകളൊന്നും സെബാസ്റ്റ്യൻ പറയുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി? ഇല്ല. ഈ പോലീസ് ചേച്ചിയോട് എന്തെങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നാ പറഞ്ഞിട്ടുണ്ടോന്ന്? അന്വേഷണത്തിനുമായി മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് എടുത്തായിരുന്നു. ഇനിയിപ്പോ അങ്ങോട്ട് വിളിക്കുമെന്ന് അവര് പറഞ്ഞിരിക്കുന്നത്, ക്രൈംബ്രാഞ്ചിലേക്ക്. ചേച്ചി, മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ആരെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടോ? എനിക്കോ? ഇല്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ സ്വർണവുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പറയാൻ? അറിയത്തില്ല, ഒന്നും എനിക്കറിയത്തില്ല. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് സെബാസ്റ്റ്യൻ? സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് പുള്ളിക്ക്, അല്ലാതെ എപ്പോഴും പൈസ ഇങ്ങനെ ഉള്ള ഒരാളല്ല. ഇപ്പം വളരെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടില്ല. വലിയ തുകയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. വെറുതെ പറയുന്നതായിരിക്കും, അത് എനിക്കറിയില്ല. എന്താണ് ശരിക്കും സെബാസ്റ്റ്യന് ജോലി ഉണ്ടായിരുന്നത്? സെബാസ്റ്റ്യന്റെ ജോലി വസ്തുവിന്റെ ഇടപാടാ, ബിസിനസ്സാ. ഒരു